ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താ വിഷയം എന്ന് ചോദിച്ചാൽ പേളിമാണിയുടെയാണ് വിഷയം. പേളിമാണിയുടെ വ്ളോഗിനെ കുറിച്ചും അല്ലെ അവരെക്കുറിച്ച് മൊത്തമായിട്ട് ഉണ്ണി വ്ളോഗ് വന്ന് വിമർശനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് പേളിമാണി അവിടെ പോയി ഒരു കമൻറ്റ് ഇട്ടു. പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പണ്ടും ഇതുപോലെ ഉണ്ണി വ്ളോഗ് ഇട്ടപ്പോൾ ഇട്ടിട്ടുണ്ട് പാരസൈറ്റ് എന്നൊക്കെ വിളിച്ച് ഉണ്ണി വ്ളോഗിനെ, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുപോലെ ഇതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ യൂട്യൂബിലെ മല്ലു അനലിസ്റ്റിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ? എൻ്റെ ഒരു നോട്ടത്തെ പുള്ളിക്കാരൻ യൂട്യൂബിലെ ബുദ്ധിജീവിയാണ്. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് അമ്മാനെ പാടുന്നതുകൊണ്ട് ഒന്നും തിരിയല്ല. ഞാനൊക്കെ പോയി കണ്ടാൽ എനിക്കൊന്നും മനസ്സിലാവാറില്ല ഈ മല്ലു അനലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഉണ്ണി വ്ളോഗിൽ നിന്നെടുത്ത് മല്ലു അനലിസ്റ്റ് പറയുന്നുണ്ട്. അതായത് പേളിമാണിയുടെ ഇൻ്റർവ്യൂ, അവരുടെ ബ്ലോഗ്, അതൊക്കെയാണ് വിഷയം, അവരെ പറ്റി പറഞ്ഞതിനെ പറ്റി. അപ്പം പേളിമാണിയുടെ ഇൻ്റർവ്യൂ കണ്ടു എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും പുകഴ്ത്തി പറയുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആർക്ക്? മല്ലു അനലിസ്റ്റ് ആയിരിക്കും. വിളിച്ചു വരുത്തിയ ഗസ്റ്റിനോട് ശ്രീനിയുടെ സ്വഭാവ ഗുണം പറഞ്ഞ് പുകഴ്ത്തി അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ക്ലോസ് ആണെന്ന് കാണിക്കാൻ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത് വല്ലാത്ത അരോചകം തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒരു ശൈലിയായിട്ട് വേണേൽ പറയാം, എടാ പോടാ എന്നൊക്കെ പറയും. പിന്നെ അവർക്ക് മുന്നിരിക്കുന്ന ഗസ്റ്റിനെ പരിചയം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അവരൊക്കെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും. മല്ലു അനലിസ്റ്റ് ബുദ്ധിമാനായോണ്ട് പുള്ളിക്കാരൻ പറയുന്നു ഒന്ന് കേൾക്കാം ആദ്യം. മുന്നിലിരിക്കുന്നവരെ കുറിച്ച് ധാരണയില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഇന്റർവ്യൂവർ എന്ന് ഓർക്കുമ്പോൾ ഇതാ ഈ ഒരു ഇന്റർവ്യൂ കൂടി മനസ്സിലേക്ക് വരും. ഇവരൊരു സംഭവമാണ്, വലിയ സ്റ്റാൻഡേർഡ് ആണ് എന്നൊക്കെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. എന്നാൽ ഇന്റർവ്യൂവിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നേരത്തെ പറഞ്ഞവരുമായി ഒരു വ്യത്യാസവുമില്ല എന്ന് മനസ്സിലാകും. 2 മില്യൺ വ്യൂസ് കിട്ടിയ ഒരു ഇന്റർവ്യൂ ആണ്. സിനിമാ പ്രൊമോഷൻ വേളകളിൽ സെലിബ്രിറ്റീസ് പൊതുവെ ഇന്റർവ്യൂവിന് പോകുന്ന ഒരു നമ്പർ 1 ചാനലാണിത്. പക്ഷേ വരാൻ പോകുന്നവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിനുണ്ട് എന്ന് കരുതി ഇവരുടെ ഇന്റർവ്യൂ കാണാനിരിക്കുന്നത് കുറെ സ്വന്തം ഫാമിലി തള്ളുകൾ, ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിനെയും മക്കളെയും കുത്തിത്തിരികൾ, ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ എന്തെങ്കിലും ചോദിക്കൽ, ഉത്തരം കേൾക്കാൻ ഒരു ശ്രദ്ധയും കൊടുക്കാതെ അടുത്ത ചോദ്യം വായിച്ചു നോക്കൽ, ഇങ്ങനെയുള്ള എല്ലാ അൺപ്രൊഫഷണൽ സംഗതിയും ഇവിടെ കാണാം. പേളിമാണിയുടെ വീഡിയോസിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഇത് കണ്ടു തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുക, അല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ തോന്നുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് സംഭവിച്ചിട്ടില്ലായിരുന്നു. അതിപ്പോൾ ഇന്റർവ്യൂസ് ആണെങ്കിലും കുഞ്ഞുങ്ങളെ വീഡിയോസിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും എതിർപ്പുകളടക്കം കുറേ ഫാക്ടേഴ്സ് കൊണ്ട് അതൊരു കണ്ടിരിക്കബിൾ മെറ്റീരിയൽ ആയിട്ട് തോന്നിയില്ല. ഇങ്ങനെ ചളിയടിക്കുന്നത് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നിങ്ങനെയുള്ള ധാരണകളുമായി ആളുകളെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ഒരാൾ എന്നാണ് പേളിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയത്. അപ്പം ഉണ്ണി വ്ളോഗിനെ ഇത് കണ്ടിരിക്കാനൊന്നും താല്പര്യം തോന്നിയില്ല എന്ന് പറയുന്നത് കണ്ടിരിക്കുന്നവര് ചളിയടി കേൾക്കുന്നവരാണ്, അല്ലെ ചളിയടിക്കുന്നത് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെയുള്ള രീതിയിലാണ് ഉണ്ണി വ്ളോഗ് പറയുന്നത്. ബാക്കി കൂടെ കേൾക്കാം. പേളിമാണിയുടെ ലൈഫിൻ്റെ ഒരു വലിയ പങ്കും സോഷ്യൽ മീഡിയയിൽ അവർ ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവരുടെ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പേളിമാണിയുടെ ലൈഫ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള പേളിമാണിയോട് അവർ ചോദിച്ച ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻസ് അഫക്ട് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അതിന് പേളിമാണി കൊടുത്ത മറുപടി, അതിൻ്റെ ഞെട്ടൽ ഈ നിമിഷം വരെയും എനിക്ക് മാറിയിട്ടില്ല. പേളിമാണിക്ക് നെഗറ്റീവ് കമൻസേ വരാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പേളി പറഞ്ഞത്. ഇത് കേട്ട് അവിടെ ഇരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ടിവിയിലും പ്രസ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഞെട്ടിപ്പോവായിരുന്നു. ഞാനും ഞെട്ടി. കാരണം നമ്മുടെ ചാനലിന് ഏതാണ്ട് 4.5 ലക്ഷത്തിൽ താഴെ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. പേളിമാണിയുടെ യൂട്യൂബ് ചാനൽ എங்கேയോ പോയിരിക്കും എന്ന് പറയുന്ന പോലെ അത്രയും സബ്സ്ക്രൈബർ ബേസ് അവർക്കുണ്ട്. അതുപോലെ അവരുടെ വീഡിയോസിന് മില്യൺ കണക്കിനാണ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു രീതിയൊക്കെ വെച്ചുകൊണ്ട് ഏത് വിഷയം ഉണ്ടായി കഴിഞ്ഞാലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ പേളിമാണിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പേളിമാണിയോട് വിമർശനങ്ങൾ അറിയിക്കാനും ആളുകൾ എത്തേണ്ടതാണ്. പക്ഷേ അവിടെ ഇരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എന്നെയും ഞെട്ടിച്ചുകൊണ്ട് പേളിമാണി പറയുന്നു പേളിമാണിക്ക് നെഗറ്റീവ് കമൻസ് വരാറില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റും കുറച്ച് ആളുകൾ കുറേ മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പേളിമാണിയുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു, ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമൻസ് വരാത്തൊരു യൂട്യൂബ് ചാനൽ പേളിമാണി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു. രണ്ടാമത്തെ കാര്യം, പേളിമാണിയുടെ കമൻറ്റ് ബോക്സ്, അതായത് ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പേളിമാണിക്ക് ഒരു ടീം ഇല്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും എന്നെ വളരെയധികം ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഈ ചാനലിൻ്റെ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് യൂട്യൂബ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഫീച്ചറുണ്ട്. അതായത് ചില കീവേഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തെറി വാക്ക് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരില്ല. യൂട്യൂബ് തന്നെ അത് ഹൈഡ് ചെയ്യും. യൂട്യൂബിന് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട്, ഇന്ന വാക്കുകൾ മോശം വാക്കുകളാണ്, അത് ടൈപ്പ് ചെയ്യാൻ പാടില്ല എന്ന്. അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള വാക്കുകളുണ്ട്. ഇത് കൂടാതെ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇന്ന കീവേഡ്സ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്യണം എന്ന് യൂട്യൂബിന് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് വാക്കുകൾ എന്ന് വെച്ചാൽ വലിയ സെറ്റ് ഓഫ് വാക്കുകൾ ചില ആൾക്കാർ വളരെ ബുദ്ധിമാന്മാരാട്ടോ. ഒരു തെറിയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അതിന് ഹൈഡായി പോയാലോ എന്ന് വെച്ച് തെറിയുടെ ഇടയിലൊക്കെ ഡോട്ട് ഇട്ട് വെക്കും. അപ്പോൾ തെറി പറഞ്ഞു ആവും, ഇത് ചാനലിൽ നിന്ന് ഹൈഡ് ആവില്ല. അതടക്കം ഞാൻ കുത്തിയിരുന്ന് ഹൈഡ് ചെയ്ത് എൻ്റെ ടീമേറ്റ് ശ്രുതിയുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഫിൽട്ടർ ചെയ്ത് വളരെ മോശം വാക്കുകളെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ഇവിടെ ഉണ്ണി വ്ളോഗ് പറഞ്ഞത് 100% ശരിയായ കാര്യം. അതൊരു യൂട്യൂബർ ആയതുകൊണ്ട് എനിക്കറിയാം. നമ്മുടെ ദൈവം നേരെ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും അവിടെയും പോയി തെറിക തന്നെ എഴുതി വെക്കുന്ന ജനമുണ്ട്.
അതായത് അവരോട് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ അവരും നമ്മളും തമ്മിൽ ഒരു വ്യക്തിവൈരാഗ്യം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ ഇമോഷണലി തകർക്കണമെന്നോ അല്ലെ എന്തോ നമ്മളോട് വളരെ ശത്രുതയുള്ള പോലെ, എൻ്റെ പൊന്നോ എന്തെല്ലാം ടൈപ്പ് കമന്റ് വരുമെന്നറിയാം. പൊതുജനമായ ഇങ്ങനെ സാധാ നല്ല കമന്റ് ഇട്ട് പോകുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. അത്രയും നമ്മളെ തകർക്കാൻ വേണ്ടി ഡിപ്രഷനിലേക്ക് പോകാൻ വിടാമെങ്കിൽ അത്രയും പറ്റുന്ന കമന്റ് ഇടും. ഞാനൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ഐഡിയിൽ നിന്ന് തന്നെ ഒത്തിരിയും കമന്റ് അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കമന്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ട്. ഒത്തിരി ശല്യമാകുമ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കമന്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നിരന്തരം നമ്മളെ അതുപോലെ ഹരാസ് ചെയ്യുന്ന മാതിരി കമന്റ് ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ എന്തിന് അത് വായിച്ചിട്ട് നമ്മൾ എന്തിന് നമ്മുടെ മാനസിക നില തകരാറിലാക്കണം? അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യും. ആ വ്യൂസ് നമുക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. ചില യൂട്യൂബർമാർ കമന്റ് ഒന്നും നോക്കാറ് പോലുമില്ല. ഞാൻ അങ്ങനെയല്ല, എല്ലാം നോക്കും, എല്ലാത്തിനും മറുപടി ഇടും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി മോശമായിട്ട് എഴുതുന്നതിനൊന്നും മറുപടി ഇടാനൊന്നും നിൽക്കില്ല. നേരെ ഒന്നെങ്കിൽ ഞാൻ ഡിലീറ്റ്, റിമൂവ്, ഹൈഡ് ഫ്രം ചാനൽ ഇതൊക്കെ അടിച്ചു വിടും. പിന്നെ അതിലും വലിയ ശല്യമായ ബ്ലോക്ക് ചെയ്ത് വിടും. അപ്പം പേളിമാണി പറഞ്ഞ ഒരു വാക്ക് അതെന്തോ ഒരു വലിയ ആന നുണയാണെന്ന് ഞാൻ ഓർക്കുന്നത്. അതായത് പുള്ളിക്കാരത്തിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇത്രയും ഇതുള്ളതിൽ നെഗറ്റീവ് കമൻറ്റ് വരില്ല എന്ന്. ദൈവം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും നെഗറ്റീവ് കമൻറ്റ് വരും. എനിക്ക് അതേ അവസാന വാക്കെന്നുള്ള രീതിയിൽ പറയാനുള്ളൂ. അത് നിങ്ങൾക്കറിയണമെങ്കിൽ പേളിമാണിയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുവാണെങ്കിൽ ആ റിയാക്ട് ചെയ്യുന്നതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻറ്റ് വരും, ഇല്ലാതില്ല. അപ്പോൾ ആ പറയുന്ന അത്ര ശരിയല്ലെന്നുള്ളതാണ് മനസ്സിലായത്. ശരിയല്ലെന്നല്ല, ഭയങ്കര നുണയാണ് ഈ പറയുന്നത്. അങ്ങനെ നുണ പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇഷ്ടം പോലെ മറ്റാരേലും റിയാക്ട് ചെയ്യണം, അപ്പോഴാണ് അറിയുക. ഞാൻ 1-2 കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ച് കേൾപ്പിക്കാവേ. കറക്റ്റാണ് അയാൾ പറയുന്നത്. പേളി മിക്കപ്പോഴും വരുന്നവരെ ചിരിപ്പിക്കാൻ വല്ലാത്ത കഷ്ടപ്പെടുന്നുണ്ട്. മിക്ക ഇൻ്റർവ്യൂവും ശ്രദ്ധിച്ചാൽ മതി. അതും ആ ഫഹദിൻ്റെ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും. ഞാൻ മുമ്പ് കണ്ടിരുന്നു അവരുടെ വീഡിയോ, പക്ഷെ ഇപ്പോൾ കാണുവാൻ വല്ലാതെ ക്രഞ്ച് ആയിട്ട് തോന്നുന്നു. വല്ലാതെ വളച്ചൊടിച്ച് വെറുപ്പിക്കുന്നു. എനിക്കിപ്പോൾ തീരെ ഇഷ്ടമല്ല. പേളി റിമി ടോമിയെ നന്നായി അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നു. അങ്ങനത്തെ കമൻറ്റുകളുണ്ട്. അച്ഛനും മോളും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കൊടുക്കും, എന്നിട്ട് ഇവരുടെ കയ്യിലിരിപ്പ് മഹാമോശം. അവളെ ആൾക്കാരങ്ങ് പൊക്കി അങ്ങ് വെച്ചേക്കുക. എന്തിനാണോ ആവോ, എനിക്കറിയില്ല. ഈ ജനങ്ങൾ പിന്നെ ഇപ്പൊ ഇത്രയും നെഗറ്റീവ് കമന്റ് വായിച്ച് കേൾപ്പിച്ചില്ലേ? ഇതിൽ നിന്ന് മനസ്സിലായോ? ഇതേപോലെ തന്നെ നെഗറ്റീവ് കമന്റ് തീർച്ചയായിട്ടും പേളിയുടെ ചാനലിലും വരും. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങ് പറയുക ചെയ്തേ, എനിക്ക് ഒരു നെഗറ്റീവ് കമന്റും വരികയില്ല. 100% ഉറപ്പിച്ച് പറയാൻ പറ്റും, നെഗറ്റീവ് കമന്റ് വരാത്ത ചാനലില്ല. അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും, ഇതിപ്പോൾ എന്ത് ഭക്തിയുടെ വീഡിയോ ഇട്ടാലും അല്ലെ എന്ത് ചെയ്താലും, എത്ര നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോ എന്ത് ചെയ്താലും നെഗറ്റീവ് കമൻറ്റ് വരും. അതങ്ങനെയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ കമൻറ്റ് ഇടുന്നവർ അവരുടെ ഒരു ആത്മവിശ്വാസം, മിക്കവാറും ഫേക്ക് ഐ ഡി എന്നൊക്കെ ആണെങ്കിൽ അവരെ കണ്ടുപിടിക്കില്ലല്ലോ എന്നുള്ള ഒരു രീതിയാണ്. കുറച്ച് തെറിയൊക്കെ അങ്ങ് എഴുതിയിട്ടേക്കാം, ചുമ്മാ ഇരിക്കട്ടെ ഒരു രസത്തിന് എന്നുള്ള രീതിയിലാണേലും അവരത് ഇടുന്നതാണ്. അതുകൊണ്ട് ഇനി ഉണ്ണി വ്ളോഗ് പറയുന്നത് വളരെ കാര്യമായ ഒരു കാര്യമുണ്ട്. ഈ ഫാമിലി വ്ളോഗെല്ലാം എടുത്ത് സ്വന്തം പിള്ളേർ, ഇപ്പോൾ ദിയാകൃഷ്ണ, ഓമി എന്നും പറഞ്ഞ് ഇവരെല്ലാം പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളുടെ പ്രൈവസി അവർ കട്ട് ചെയ്യുകയാണ്. ആ പിള്ളേർ ഏറ്റവും കൂടുതൽ അവരുടെ തനി സ്വഭാവം, മറ്റുള്ളവരുടെ അല്ലാതെ തനി സ്വഭാവം മൊത്തം കാണിക്കുന്ന സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ അവിടെ ഒരു ഫ്രീഡം ഉണ്ട്, അവിടെ അത് കാണിക്കും. അവരുടെ അനുവാദം ഇല്ലാതെ ഇത് മുഴുവൻ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നാളെ ഒരിക്കൽ ഇവർക്കത് പ്രശ്നമാകും. അതുപോലെ തന്നെ കുട്ടികൾ വളർന്നു വന്ന് കഴിയുമ്പോഴത്തേന് ഈ അടുത്ത് ചെറിയ കുട്ടികളെ പറ്റി വരെ അശ്ലീല കമൻറ്റുകൾ വരെ ഇട്ട് തേനൊക്കെ കേസും വഴക്കുമായത് ഓർക്കുന്നില്ലേ? അപ്പോൾ കുട്ടികൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഇതുപോലത്തെ കമൻറ്റൊക്കെ കാണുമ്പോൾ അതുങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? ഒത്തിരി ഫാമിലി വ്ളോഗ് പിള്ളേരെ വിറ്റ് കാശാക്കുന്നുണ്ട്. അത് ഈ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ ഒരു ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ പറഞ്ഞ്, ആ കുട്ടിയെ സോഷ്യൽ മീഡിയ കാണിക്കുന്നില്ലല്ലോ, ഒരിക്കൽ ആ കുട്ടിക്ക് സോഷ്യൽ മീഡിയ വരണം, അല്ലെ അതിനെ ജനങ്ങൾ കാണണം എന്ന് തോന്നുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് അതിനെ കാണിക്കാമെന്നാണ് പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ പറഞ്ഞത്. കാരണം അതുവരെ അത് കൊച്ചാണ്, അതിൻ്റെ പ്രൈവസി അതിനെ മാനിക്കണം, അല്ലാതെ അതെടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് വെക്കുന്ന കാര്യമില്ല. അപ്പം
ഉണ്ണി വ്ലോഗ് അതേപ്പറ്റി പറയുന്നത് 100% ശരിയാണ്. ഇവിടെ ഞാൻ എന്തെങ്കിലും എന്ന് പറയുമ്പോഴത്തേനും അയ്യോ മായ്ക്ക് പേളിമാണിയോട് കുശുമ്പാണോ എന്ന് ചോദിക്കരുത്. പേളിമാണി എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു. അത്രയും ഉയരത്തിലുള്ളവരോട് നമുക്ക് കുശുമ്പെടുക്കേണ്ട കാര്യമില്ല. നമുക്കൊപ്പം ഉള്ളവരോട് വല്ലതൊക്കെ കുശുമ്പ് തോന്നിയിട്ട് കാര്യമുള്ളൂ. നമുക്ക് എത്രയോ മേലെ ഉള്ളവരോട് എന്തിനാണ് കുശുമ്പ്? അപ്പൊ കുശുമ്പി പറയുന്നതല്ലേ ഇതൊന്നും. ഉണ്ണി വ്ലോഗ് പറഞ്ഞതിലെ ശരിയും തെറ്റുമാണ് ഞാനിവിടെ പറയുന്നത്. പേളിമാണിയെ എനിക്കിഷ്ടം തന്നെയാണ്. ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഇവരെയൊക്കെ പോലെ ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ചിരിക്കാറുണ്ട്. അതുകൊണ്ട് പേളിമാണിയോട് ഇഷ്ടം തന്നെയാണ് എനിക്കും. ഇവരൊക്കെ ബുദ്ധിജീവിയാണ്. ഇവർ ആഴത്തിലേക്ക് ഇറങ്ങി ഓരോ വിഷയങ്ങളെ പഠിച്ച് വരും വരായികളും എല്ലാമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തും കുറേ സത്യം ഉണ്ടല്ലോ എന്ന് തോന്നും. അതുകൊണ്ടാണ് ഈ വീഡിയോ പറയുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണി വ്ലോഗ് പറയുന്നത് കേൾക്കും. സോഷ്യൽ മീഡിയ യുഗമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൊബൈൽ ഫോൺ അടക്കമുള്ള സ്മാർട്ട് ഗാഡ്ജറ്റുകളെല്ലാം കൊച്ചുകുട്ടികളുടെ കയ്യിൽ വരെ വളരെ ഈസി ആയിട്ട് വേണ്ടുന്ന, ഈവൻ അവരുടെ എഡ്യൂക്കേഷന് വരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിപൂർണ്ണമായി മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അത് ചെയ്യുന്ന അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. യൂട്യൂബിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സും പരിപാടി എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുട്ടികൾ വരുന്ന കണ്ടന്റ് കൂടി വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടാവുക, ഗർഭിണിയാവുക എന്നുള്ളത്, അതിനുശേഷം പ്രസവം, കുഞ്ഞിന്റെ ആദ്യ കുഞ്ഞുനാളിലുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ കുറേ കുസൃതി കുറുമ്പ് പരിപാടികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീഡിയോസ് ആയി ചെയ്തിടുക എന്ന് പറയുന്നത്, അതിനിവിടെ ഒരു വലിയ ഓഡിയൻസ് ബേസ് ഉണ്ട്. സ്വാഭാവികമായും ഇത്രയും വലിയ ഓഡിയൻസ് ബേസ് ഉള്ളതുകൊണ്ട് വലിയൊരു റവന്യൂ തന്നെ അവിടുന്ന് ജനറേറ്റ് ആയി വരും. റവന്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ഒരു കണ്ടന്റ് ചെയ്യാൻ ഇവിടെ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുകയാണ്. ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുകയും ഇവർ ജനനം മുതൽ ഒരു കുഞ്ഞിനെ പബ്ലിക്കിന്റെ മുമ്പിൽ വളർത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, ഇപ്പോൾ പേളിയും ശ്രീനിഷിനെ സംബന്ധിച്ച് അവർ സോഷ്യൽ മീഡിയയുടെ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് മാനസികമായി അടക്കം പ്രിപ്പയർഡ് ആയിട്ടുള്ള അഡൽസ് ആണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ പേളിയുടെയും ശ്രീനിഷിന്റെയും കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ എടുത്ത് നോക്കുന്നുണ്ടാവില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവർ സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെ കാണുകയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ മറ്റു പ്ലാറ്റ്ഫോമുകളും അവിടെ വരുന്ന ട്രോളും മീമും പരിപാടികളും ഒക്കെ കാണാൻ തുടങ്ങുന്ന ഒരു സമയത്തിലേക്ക് എത്തും. നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് കൊച്ചുകുട്ടികളുടെ വളരെ വൾണറബിൾ ആയിട്ടുള്ള, വളരെ ഇന്റൻസ് ആയിട്ടുള്ള അവരുടെ നിമിഷങ്ങളെ, അവരുടെ ഇമോഷൻസിനെ നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് വ്യൂസിനും ലൈക്സിനും വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വീട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അത് ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യുന്ന, അതിൻ്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ അടുത്ത് എന്തൊക്കെ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാലും അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് അവർ വളരെ വൾണറബിൾ ആവുന്നത്. അവരുടെ എല്ലാ ഇമോഷൻസും അതിൻ്റെ എല്ലാ റേഞ്ചിലും അച്ഛനമ്മമാരുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് അവിടെ ഉണ്ട്, ആ പ്രൈവസി നമുക്ക് അവിടെ ഉണ്ട്. പക്ഷേ ഇത് അവരുടെ അനുവാദം ഇല്ലാതെ, അവർക്ക് ആ സമയത്ത് അവർ അനുവാദം തരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ചോക്ലേറ്റ് കൊടുത്താൽ ചിലപ്പോൾ അനുവാദം തരുമായിരിക്കും. അച്ഛനും അമ്മയും സാരമില്ലട മോനെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് അനുവാദം തരുമായിരിക്കും. പക്ഷേ അങ്ങനെ ക്യാപ്ചർ ചെയ്യപ്പെടുന്ന മൊമെന്റ്സ് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പോൾ നാളെ ആ സോഷ്യൽ മീഡിയയിൽ പിന്നീട് അതിനെക്കുറിച്ച് വരാൻ പോകുന്ന ഡിസ്കഷൻസോ കമന്റ്സോ ചിലപ്പോൾ ആ കുഞ്ഞ് അപ്പോഴായിരിക്കില്ല, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുമായി ചേർത്ത് വരാൻ സാധ്യതയുള്ള ഒരുപക്ഷെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് വരെ ഫേസ് ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഓഡിയൻസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അവർ ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളല്ല. ഇപ്പോൾ പേളിമാണി അവരുടെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞിട്ടേ ആ കുഞ്ഞുങ്ങളിൽ പേളിമാണിക്കും ശ്രീകൃഷ്ണനും പോലും അവകാശമുള്ളൂ, അവർ ഞങ്ങളുടെയാണ് എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം. ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹം എന്ന് പറയുന്ന കേട്ടോ. അതേപോലെ തന്നെ ഉണ്ണി വ്ലോഗ് പറഞ്ഞത്, അത് കുട്ടികളുടെ വീഡിയോ എടുത്ത് അധികം ഇങ്ങനെ ഇട്ട് അവരുടെ പ്രൈവസിയെ ഹനിക്കുന്ന രീതി ചെയ്യരുത്. അത് ഭാവിയിൽ ആ കുട്ടികൾക്ക് ദോഷം ചെയ്യും. ഇപ്പൊ തന്നെ രേണുസുധിയുടെ മകൻ കിച്ചു ആ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം സോഷ്യൽ മീഡിയ കുറെ പേര് ആ കൊച്ചിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് കുറച്ച് കൂടെ നിൽക്കും. അതിലേക്ക് അത് ഇറങ്ങി, സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി അതിനെ കുറ്റം പറയുന്ന എടുക്കുന്നൊക്കെ ആയിട്ടുള്ളതുണ്ട്. അതോടൊപ്പം ഉണ്ണി വ്ലോഗ് പറയുന്ന ഒരു കാര്യം വളരെ സത്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പ്രസവം കാണിച്ചു കഴിഞ്ഞാൽ ആ പ്രസവത്തിന്റെ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് ജനങ്ങളങ്ങ് കാണാം. പ്രസവത്തിന്റെ ഇത് കാണിച്ചാൽ അതുപോലെ ദിയാകൃഷ്ണൻ 24 ലക്ഷം പേര് കണ്ട് ഓർക്കുന്നില്ല പ്രസവത്തിന്റെ. പിന്നീട് ആ കൊച്ചുങ്ങൾ പിന്നെ വളരുന്ന തൊട്ടിങ്ങനെ കാണിക്കുക. മറ്റുള്ളവരുടെ ഒരു പ്രൈവസി ആയ കാര്യം കാണാനുള്ള താല്പര്യം കൊണ്ടാണോ എന്താണെന്നറിയില്ല, അതിനെല്ലാം വളരെയധികം ഫാമിലി വ്ലോഗിൽ വ്യൂസ് ആണ്, ഭയങ്കര വ്യൂസ് ആണ്. അപ്പൊ റവന്യൂ കൂടും. റവന്യൂ കൂടുമ്പോൾ ഇവർക്ക് ആ ആർത്തിയല്ലേ, മനുഷ്യന് അടിസ്ഥാന വികാരം 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000, 1000 കിട്ടിയാൽ 10,000, പിന്നെ ലക്ഷം, ഇത്ര വേണമെന്നുള്ള ഈ ആർത്തി അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പൊ കുഞ്ഞുങ്ങളെ എടുത്ത് കോമാളിത്തരം എല്ലാം കാണിച്ചു കൊടുത്തു എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് കൊച്ചുങ്ങളെ അത്ര കാണിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഫാമിലി വ്ലോഗ് എല്ലാം ഇങ്ങനെ എടുത്തിട്ട് കാണിച്ച് കാശുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഭാവിയിൽ ആ കുഞ്ഞുങ്ങൾ ഏത് വഴിക്ക് ഈ കമന്റ് ബോക്സ് ഒക്കെ വായിക്കേണ്ട അവസ്ഥയൊക്കെ വരുമ്പോഴത്തേന് എന്തൊക്കെയായി തീരുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അത് ഉണ്ണി വ്ലോഗ് ഒക്കെ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ അവര് വിമർശിച്ചതിൻ്റെ അകത്ത് കഴമ്പില്ലാതില്ല. അയ്യോ പേളിമാണിയുടെ കുറ്റമല്ല കേട്ടോ ഇവിടെ പറയുന്നത്, അല്ലെ മായ്ക്ക് കുശുമ്പാണിയെന്ന് പറഞ്ഞ് വരല്ലേ. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ അയ്യോ മായ്ക്ക് പേളിമാണിയോട് കുശുമ്പാണോ എന്നും പറഞ്ഞ് ഒത്തിരിയും കമന്റ് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നത്. അങ്ങനെയല്ല, പേളിമാണി എന്ന വ്യക്തിയുടെ ഈ വ്ലോഗിലെ മൈനസും പ്ലസും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത്
പുള്ളിക്കാരത്തിയുടെ സംസാരവും ടൈം അനുസരിച്ചുള്ള ജോക്കും അതൊക്കെ കാണുന്നത് നല്ലതാണ്. പക്ഷേ ഈ നുണ പറഞ്ഞാൽ ശരിയായില്ല. നെഗറ്റീവ് കമൻറ്റേ വരും, ഇഷ്ടം പോലെ വരും. ആ കമൻറ്റൊക്കെ അവിടെ കിടക്കുകയാണെങ്കിൽ പിള്ളേർ വലുതാകുമ്പോൾ കാണുകയാണെങ്കിൽ തൂങ്ങിച്ചാവും. ആ അവസ്ഥയിലാണ് നമ്മുടെ മലയാളികളുടെ സംസ്കാരം പോകുന്നത്. അപ്പോൾ പറഞ്ഞതിൻ്റെ അകത്ത് ഈ ബുദ്ധിജീവികളായ മല്ലു അനലിസ്റ്റും ഉണ്ണി വ്ളോഗും ഒക്കെ പറഞ്ഞതിൻ്റെ അകത്ത് കുറച്ചൊക്കെ കാര്യമുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.